ഉണക്കിയ മല്ലിയും മുളകും ഒക്കെ അങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടുവന്നേ. രാവിലെ കുറച്ച് കൊഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയമില്ലാത്ത കാരണം എന്താ രാത്രിയായിട്ടോ കറി വെക്കാൻ വേണ്ടി പോണത്. കുറച്ച് വലിയ കൊഞ്ചായതുകൊണ്ട് തന്നെ വേഗം വേഗം അങ്ങ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിനൊക്കെ ശേഷം തീയിൽ വെക്കാനുള്ള തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങയിലേക്ക് പെരിഞ്ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തേ. അപ്പൊ നോക്കുമ്പോഴാട്ടോ അച്ചുട്ടി ഇരുന്ന് നല്ല കരച്ചിലേ. ചെറിയുള്ളി നേരെയാക്കാൻ വേണ്ടി അച്ചുട്രയിലാട്ടോ കൊടുത്തത്. അതിന്റെ കരച്ചിലായിരുന്നു അതെ. അങ്ങനത്തെ ആ കറിക്കുള്ള ചെറിയുള്ളി പച്ചമുളകും ഉരുളൻകിഴങ്ങും മുരിങ്ങയ്ക്ക് നേരെയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. എന്താണെന്നറിയത്തില്ല, തീയിലുണ്ടാക്കുമ്പം എപ്പോഴും ഈ ഉരുളിയിൽ ഞാൻ വെക്കാറുള്ളേ. അങ്ങനത്തെ ഉരുളിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക് ഒഴിച്ച് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇനി അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഇങ്ങോട്ട് അരച്ചെടുക്കാവേ. അങ്ങനെ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും ഒക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിന് കറിയൊക്കെ ഒന്ന് കലക്കിയിട്ട് ഇനിയാണ് നമ്മൾ മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് കൊഞ്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും അധികം കറി എന്തിനാന്ന് ചോദിക്കേണ്ട, 2 ദിവസത്തേക്കുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.